So today we are going to discuss about trial balance. So trial balance പ്രിപ്പറേഷനിൽ നമുക്ക് രണ്ട് തരത്തിൽ ചോദിക്കാം. ഒന്നെങ്കിൽ ട്രാൻസാക്ഷൻ ലിസ്റ്റ് തന്നതിന് ശേഷം ജേണലും ലെഡ്ജറും പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് ബാലൻസസ്, അതായത് പല പർട്ടിക്കുലേഴ്സിന്റെ ബാലൻസുകൾ തന്നതിന് ശേഷം അതിന്റെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനും ചോദിക്കാം. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ആ ടേബിളിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു ടൈറ്റിൽ ഉണ്ടാവും. ആ ടൈറ്റിൽ നിന്നാണ് ശേഷം 4 കോളംസ്. ആദ്യത്തെ കോളം പർട്ടിക്കുലേഴ്സ്, രണ്ടാമത്തെ ലെഡ്ജർ ഫോളിയോ, മൂന്നാമത്തെ ഡെബിറ്റ്, നാലാമത്തെ ക്രെഡിറ്റ്. ഇതാണ് ഒരു ട്രയൽ ബാലൻസിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐറ്റംസിന്റെ എല്ലാത്തിന്റെയും പേര് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നിവ എല്ലാം എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലേഴ്സിന് അവിടെ ആദ്യമേ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ടേബിൾ വരച്ചതിന് ശേഷം ഈ ഐറ്റംസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതെല്ലാം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിയും. സോ ഇത് വൺസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇത് ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ ഇതിന് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പം അത് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും വന്നെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ക്യാഷ് ഇൻ ഹാൻഡ് തുടങ്ങി ബിൽസ് പേയബിൾ വരെ ഏകദേശം ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്തതിനകത്ത് 15 ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. കൗണ്ടിൽ കാണാം 15 ഐറ്റംസ്. നിങ്ങൾ എണ്ണി തന്നെ നോക്കണം പരീക്ഷ എഴുതും. അതിനുശേഷം ചെയ്യേണ്ട കാര്യം ക്യാഷ് ഇൻ ഹാൻഡ്. ഇത് ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ്. ശരിക്കും നമ്മുടെ ജേണൽ പ്രിപ്പറേഷനിലും ലെഡ്ജറിലും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ്. ദാറ്റ് ഈസ് മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ്. അതിന്റെ ഷോർട്ട് കട്ടിൽ ഇങ്ങനെ പറയാം: AED LRC. AED LRC. AED എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ അസറ്റ്, എക്സ്പെൻസസ്, ഡ്രോയിങ്സ്. എന്താ അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അല്ലെങ്കിൽ ബിസിനസ് നടത്തുമ്പോൾ അവർ ഓൺ ചെയ്യുന്നത് എന്താണോ, അവർക്ക് ഭാവിയിൽ അതിനെ വിറ്റ് കാശാക്കാൻ പറ്റുന്ന എന്താണോ അതിനെ അസറ്റ് എന്ന് വിളിക്കുകയും, എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവുകളാണ്. ഒരു സാധനം വാങ്ങിക്കാനായിട്ട് എക്സ്പെൻഡ് ചെയ്യുക. എന്ത് സാധനം? നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് വാങ്ങിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങുന്ന, എക്യുപ്മെന്റ്സ് ഇൻ ദ സെൻസ് മെറ്റീരിയൽസ് വാങ്ങുന്നതിനാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്താണ്? ഓണർ ബിസിനസ്സിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകുന്ന പ്രോസസ്സാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാൻ, ബിസിനസ് കൊടുക്കാനുണ്ടെങ്കിലാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. റവന്യൂ, വരുമാനം കിട്ടുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ്. ക്യാപിറ്റൽ, ബിസിനസിന്റെ മുതൽ മുടക്ക്, അതായത് ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ AED LRC എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചാൽ തന്നെ AED എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് കൂടുകയോ എക്സ്പെൻസ് കൂടുകയോ ഡ്രോയിങ്സ് കൂടുകയോ ചെയ്യുന്നതാണെങ്കിൽ അതിനെ ഡെബിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യണം. LRC ആണ് കൂടുന്നതെങ്കിൽ അതിനെ ക്രെഡിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യണം. ഇതിന് നേരെ റിവേഴ്സ് ആണ്, അത് കുറയുമ്പോൾ എന്ന് പഠിച്ചാൽ മതി. അപ്പൊ എല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. AED കൂടുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ്, LRC കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. ഇത് അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് ചെയ്യാം, ജേണൽ ഉൾപ്പെടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ടഫ് ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന ഐറ്റംസ് ഇതിനകത്ത് ഏത് കാറ്റഗറി ആണെന്ന് അറിയണം എന്നുള്ളതാണ്. അത് പ്രാക്ടീസിലൂടെ ചെയ്തു പോകാം. അപ്പൊ ചില ഒരുവിധം എല്ലാം നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ച് അതൊരു അസറ്റ് ആണ്. ബിസിനസ്സുകാരിൽ ക്യാഷ് ഇരിക്കുന്നു. അപ്പൊ അത് എന്ത് ചെയ്യണം? അത് കൂടിയതാണ്, അതിന്റെ ബാലൻസ് ആണല്ലോ. സോ അത് കൂടിയത് കൊണ്ട് അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇനി അതിന്റെ എമൗണ്ട് എത്ര? ക്വസ്റ്റ്യൻ നോക്കുക, 8200. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8200 എന്ന് എഴുതി. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യനെ ഇങ്ങോട്ടത്തേക്ക് മാറ്റുകയാണ്, ഈ ഫോമിൽ അങ്ങോട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇനി ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു അസറ്റ് ആണ്. അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഇല്ല. ക്യാഷ് അറ്റ് ബാങ്കിന്റെ വാല്യൂ എത്രയാണ്? 18,400. ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മുടെ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മളിലുള്ള സ്റ്റോക്കാണ്, മെറ്റീരിയൽസിന് സ്റ്റോക്കാണ്, അതും ഒരു അസറ്റ് ആണ്. ദാറ്റ് ഇസ് 76,800. ഇനി അടുത്ത ഐറ്റം എന്താ? സൺട്രി ഡെറ്റേഴ്സ് ആണ്.
ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് തരാനുള്ള ആൾക്കാർ. അതായത് ഇപ്പോൾ എൻ്റെ ഇന്ന് പണ്ട് എപ്പോഴോ കാശ് കടം വാങ്ങിച്ചവരോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്തു, ഞാൻ 1000 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു, പക്ഷെ അതിന്റെ കാശ് എനിക്ക് അന്ന് തന്നില്ല, പിന്നെ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അയാൾ നമുക്ക് തരാനുണ്ട് 1000. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതെന്താണ്? നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടും. സോ സാറിന് ഡെറ്റേഴ്സ് ഒരു അസറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാലോ നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പം ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പൊ ലയബിലിറ്റി കംസ് അണ്ടർ LRC. അത് കൂടുകയാണെങ്കിലോ അത് ക്രെഡിറ്റിലാണ് മാർക്ക് ചെയ്യേണ്ടത്. സോ 28,500. അപ്പം നമ്മൾ കാറ്റഗറൈസ് ചെയ്തു ക്രെഡിറ്റേഴ്സ്, അതെന്താ? LRC കാറ്റഗറിയിലാണ്, അത് കൂടി, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് സൈഡ്. ഇനി ക്യാപിറ്റൽ, നമ്മുടെ പേരിൽ തന്നെ ഉണ്ട് LRC, അതെന്താണ്? ക്രെഡിറ്റ് സൈഡിൽ കൂടുവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡിൽ എത്ര? 1,10,000. ഇനി ഡ്രോയിങ്സ്, AED, അസറ്റ്സ് എക്സ്പെൻസ് ഡ്രോയിങ്സ്, അതിനകത്തുള്ളതാ. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാം, 14,000. പർച്ചേസസ്, പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയാ? അതൊരു അസറ്റ് അല്ല, അതൊരു എക്സ്പെൻസ് ആണ്. നമ്മൾ മെറ്റീരിയൽസിനെ ഗുഡ്സ് ആക്കി മാറ്റാനായിട്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിച്ചു. സോ ആ മെറ്റീരിയൽസിന്റെ പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. AED, എക്സ്പെൻസ് കൂടി. സോ എക്സ്പെൻസിലെ ബാലൻസ് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? അത് ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, ഇനി പർച്ചേസ് റിട്ടേൺ, ഇത് നമുക്ക് പലതരത്തിൽ ഡിഫൈൻ ചെയ്യാം. വേണമെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങിച്ചു, ഈ സാധനം നമുക്ക് വേണ്ട, മെറ്റീരിയൽസ് വാങ്ങിച്ചത് വേണ്ട, ബിസിനസ്സുകാരന് വേണ്ട എന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ചു കൊടുത്തു. അപ്പൊ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് എന്തോ സംഭവിച്ചേ? എക്സ്പെൻസ് കുറയുക ചെയ്ത, അല്ലേ? അപ്പൊ എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ AED അത് കുറഞ്ഞാൽ എവിടെ വരണം? ക്രെഡിറ്റ് സൈഡിൽ വരണം. ഓക്കെ, 6,300. ഇനി നിങ്ങൾക്കത് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാനായിട്ട് പർച്ചേസ് ആലോചിക്കുക. പർച്ചേസിന് നേരെ റിവേഴ്സ് സൈഡിലാണ് റിട്ടേൺ എന്നുള്ളത് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ സെയിൽസോ? സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് റവന്യൂ കിട്ടുന്ന, കമ്പനിക്ക് വരുമാനം കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആ സെയിൽസ് നടക്കുമ്പോൾ ആ സെയിൽസിനകത്ത് വരുമാനം കിട്ടി, LRC അത് കൂടി, അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എത്ര എമൗണ്ട്? 1,45,000. ഇനി സെയിൽസ് റിട്ടേണോ? എളുപ്പത്തിലാണ് എന്ത് ചെയ്താൽ മതി? നേരെ റിവേഴ്സ് ചിന്തിച്ചാൽ മതി. ഇനി അല്ലെന്നുണ്ടെങ്കിലോ, ഞാൻ കച്ചവടം ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കി, പക്ഷെ ആ കച്ചവടം ചെയ്ത ഐറ്റംസ് തിരിച്ചു കൊണ്ടു തന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? എന്റെ വരുമാനം കുറഞ്ഞു. ഞാൻ 10,000 രൂപയ്ക്ക് വിറ്റ സാധനത്തിൽ 2,000 രൂപയുടെ സാധനം തിരിച്ചു കൊണ്ട് തന്നെങ്കിൽ എന്റെ വരുമാനം കുറഞ്ഞു. LRC കുറഞ്ഞാൽ എന്ത് ചെയ്യണം? നോക്കിയേ, LRC കുറഞ്ഞാൽ LRC അതില് റവന്യൂ കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. സോ അതെവിടെ എഴുതണം? 1,45,000 നമ്മളിവിടെ ഡെബിറ്റ് സൈഡ് ചെയ്തു. ഫർണിച്ചർ, എക്യുപ്മെന്റ്സ്, മെഷീൻസ്, അതെല്ലാം തന്നെ എന്താണ്? അതൊരു അസറ്റ് ആണ്. സോ ഫർണിച്ചർ അസറ്റ് ആയതുകൊണ്ട് AED, സോ ഡെബിറ്റ് ചെയ്യണം. എത്ര? 36,000. വേജസ്, അതൊരു എക്സ്പെൻസ് ആണ്. AED, അതെന്ത് ചെയ്യണം? അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ബിൽസ് റിസീവബിൾ, അതായത് നമ്മൾ ആർക്കൊക്കെ ബില്ല് കൊടുത്തു, അതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടാനുണ്ട്. അതായത് നമ്മൾ ബില്ല് കൊടുത്തതിന്റെ അർത്ഥം എന്താ? നമുക്ക് കാശ് കിട്ടാനുണ്ട്. ഓക്കെ, അപ്പൊ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു അസറ്റ് ആണ്. സോ ബിൽസ് റിസീവബിൾ അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ബിൽസ് പേയബിളോ? നമ്മൾ ബില്ല് പേ ചെയ്യാനുണ്ട്, അത് നമ്മുടെ ലയബിലിറ്റിയാണ്. നമ്മൾ കൊടുക്കാനുള്ളതെല്ലാം എന്താണ്? നമ്മുടെ ലയബിലിറ്റിയാണ്. സോ ബിൽസ് പേയബിൾ കംസ് അണ്ടർ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, സോ ഇത്രയും നമ്മൾ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് മാർക്കിംഗ് പോർഷൻസ് കഴിയും. ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എമൗണ്ട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണോ എൻ്റർ ചെയ്തിരിക്കുന്നത് നോക്കണം. ഇവിടെ സെയിൽസ് റിട്ടേൺ നമ്മൾ റോങ് എൻട്രി ആണ് ചെയ്തിരിക്കുന്നത്, 8,200 ആണ്. അത് കറക്റ്റ് ചെയ്യുവാണ്, 8,200. സോ നമ്മൾ സം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്, ഇവിടെ ടോട്ടൽ ചെയ്യാം, ഈക്വൽ ടു സം ഓഫ്, നിങ്ങൾ കാൽക്കുലേറ്ററിൽ തന്നെ സം ചെയ്യണം, വേറെ ഓപ്ഷൻസ് ഇല്ല. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 3,19,000 ആണ്. ഇനി ഏതെങ്കിലും കേസിൽ ബാലൻസ് ആകുന്നില്ല, നിങ്ങൾ ചെയ്തെല്ലാം കറക്റ്റ് എൻട്രി ആണ്, ക്വസ്റ്റ്യനകത്ത് ചില എൻട്രീസ് വേണമെങ്കിൽ മിസ് ചെയ്ത് പോകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് അല്ല തരുന്നത്, ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ലിസ്റ്റ് മാത്രമേ തരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ എവിടെയാണോ ഷോർട്ടേജ് ഉള്ളത് ആ ഷോർട്ടേജിനെ സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട്, ഈ ഒരു എൻട്രിക്കകത്ത് സസ്പെൻസ് അക്കൗണ്ട് എന്ന് എൻട്രി എഴുതിയിട്ട് നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ കഴിയുന്നതും
അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് വരേണ്ടത്. ഇനി അഥവാ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് അല്ല, അത് മിസ്സായി പോകുന്നതാണ്, എവിടെ ഒരു എററും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ എൻട്രി ചെയ്ത് മാറ്റുന്നത്. എന്നിട്ട് ബാലൻസ് ആക്കി വേണം ഇതിനെ എഴുതി വെക്കാൻ. അതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് നമ്മൾ ചെയ്യുന്നത് അരിത്തമെറ്റിക് അക്യുറസി ഓഫ് ദ അക്കൗണ്ടിങ് പ്രോസസ്സാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ട്രയൽ ബാലൻസിന്റെ പ്രോസസ്സ്. ഇനി ഇത് കൂടാതെ കുറച്ച് ട്രാൻസാക്ഷൻസ് കൂടെ ഞാൻ ഇവിടെ പറയുവാണ്. അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ഡിസ്കൗണ്ട് റിസീവ്ഡ്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. നമുക്ക് ഒരാൾ ഡിസ്കൗണ്ട് തരിക എന്ന് പറഞ്ഞാൽ അതെന്താണ്? റവന്യൂ ആണ്. ഇൻട്രസ്റ്റ് അതൊരു റവന്യൂ ആണ്. കമ്മീഷൻ റിസീവ്ഡ് റവന്യൂ ആണ്. എന്നാൽ കമ്മീഷൻ പെയ്ഡോ നമ്മളുടെ ഒരു എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് അതൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനെ AED LRC അതിൽ ഏതിനാണോ വരുന്നത് നോക്കുക. അതിന് കൂടുകയാണോ കുറയുകയാണോ നോക്കിയതിന് ശേഷം അതിനെ പ്ലേസ് ചെയ്യുക. ഇനി ട്രയൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അത് AED ആണോ LRC ആണോ ചെക്ക് ചെയ്യുക. അത് AED ആണെങ്കിൽ ഡെബിറ്റ് സൈഡും LRC ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡും ചെയ്യുക. പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺസ് ഒക്കെയാണ് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. അത് ഇത്ര ആലോചിച്ചാൽ മതി. പർച്ചേസ് നിങ്ങൾ ചിന്തിക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിട്ടേൺസ് എന്ന് പറയുന്നത്. സെയിൽസും അങ്ങനെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി വേറൊരു ഓപ്ഷൻ കാരേജ് ഇൻവേർഡ്, കാരേജ് ഔട്ട്വേർഡ്. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ചെലവാണ് കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അതും ഒരു എക്സ്പെൻസ് ആണ്. കാരേജ് ഇൻവേർഡ് അതും ഒരു എക്സ്പെൻസ് ആണ്. കാരേജ് ഔട്ട്വേർഡ് അതൊരു എക്സ്പെൻസ് ആണ്. ഇനി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താ? ഓടിയെടുത്തു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അത് ലയബിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, ഇപ്പൊ ഇത്രയുമാണ് ബേസിക്കലി ട്രയൽ ബാലൻസിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.